പോലീസ് ഉടനെ തന്നെ കോഴിക്കോട്ടേക്ക് തിരികെ എത്തി. ചോദ്യം ചെയ്യൽ മുറിയിലെ അയാളോട് പോലീസുകാർ ചോദിച്ചു, നീ ആരാണ്? ഒരു വിചിത്രമായ തിളക്കം അവൻ്റെ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വളരെ നിഗൂഢമായ ഒരു പുഞ്ചിരിയോട് കൂടി അവൻ മറുപടി പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഏലിയൻ DNA ആണെന്ന്. ഇത് കേട്ടപ്പോൾ പോലീസുകാരാകെ പേടിച്ച് വിറച്ച്. അവരുടെ മനസ്സിലൊരു കൊടുങ്കാറ്റ് വീശുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. അവർക്ക് ഒന്നും തന്നെ പിടികിട്ടുണ്ടായിരുന്നില്ല. അന്തരീക്ഷമൊക്കെ കനത്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവർക്കൊരു ഫോൺ കോൾ എത്തി. സാർ, കോഴിക്കോട് കടൽ തീരത്തു നിന്നും അപ്രതീക്ഷിതമായ ഒരു ഫ്ലൈറ്റ് കണ്ടെത്തിയിട്ടുണ്ട് സാർ, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്നും പറഞ്ഞിട്ടായിരുന്നു ആ കോൾ. ഒരു നെട്ടലോടെയാണ് പോലീസുകാർ ഇത് കേട്ടത്. ഉടനെ തന്നെ പോലീസുകാർ അങ്ങോട്ട് പോയി. അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് രാജ്യത്തെ ഒന്നടങ്കം നെട്ടിപ്പിക്കുന്ന ഒരു വലിയ കാഴ്ച അവിടെ കാണാൻ പറ്റിയത്. മാധ്യമപ്പടം ഒന്നടങ്കം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് കാണാതായ ഫ്ലൈറ്റ് 702 തിരികെ എത്തിയിരിക്കുന്നു. നാഷണൽ ഫോറൻസിക് ടീമൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യൽ മുറിയിലെ അയാളൊരു വലിയ വാശിയിലായിരുന്നു. ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രമേ അയാൾ സത്യം തുറന്നു പറയുന്നുള്ള ഒരു വലിയ വാശിയായിരുന്നു അയാൾ. ഇത് കേട്ടപ്പോൾ പോലീസുകാർക്ക് എന്തോ ദുരൂഹത ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളും ആ ഫ്ലൈറ്റും തമ്മിൽ എന്തായിരിക്കും ബന്ധം, എന്തായിരിക്കും ആ ഫ്ലൈറ്റിൻ്റെ രഹസ്യം? ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് അതങ്ങനെ കിടക്കുകയായിരുന്നു.